ഞങ്ങൾക്ക് ഇനി ഒരു സാമ്പത്തിക സഹായവും ഞങ്ങൾക്ക് എവിടെ നിന്നും ഇനി ഇല്ല. കാരണം ഞങ്ങൾ ശരിക്കും കൈയൊഴിഞ്ഞ മട്ടാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. കുടുംബശ്രീ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് പറയുന്നത്. പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു നടപടി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഹൈക്കോടതി ഇപ്പം എന്താ പറയുക, നമുക്ക് ഒരു പുതിയൊരു ജീവൻ തരുന്നത് പോലെയാണ് നമുക്ക് ഹൈക്കോടതി ഇത് ഏറ്റെടുത്തിട്ട് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകം നന്ദി ഞാൻ ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ പറയുകയാണ്. കാരണം സർക്കാർ ആയിക്കോട്ടെ, സർക്കാരും ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്രത്തോട് ഞങ്ങളുടെ ഇത് എഴുതിത്തള്ളണമെന്ന്. അപ്പോൾ അത് ഹൈക്കോടതി ഏറ്റെടുത്തിട്ട് ഞങ്ങളിത് തള്ളുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കുടുംബശ്രീൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഒന്നില്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെ നടത്തും, അല്ലെങ്കിൽ എവിടെ എല്ലാവരും പല ഭാഗത്തായതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാസത്തിലൊരിക്കൽ ഞങ്ങൾ വന്ന് കൂടാറുണ്ട്. പക്ഷേ പൈസ പിരിക്കാനൊന്നും ആയില്ല. കാരണം ഇവിടുന്ന് പോയവർക്കൊന്നും ജോലികളില്ല. എല്ലാം വാടക വീട്ടിലും അവിടെ ആയതുകൊണ്ട് ഒന്നാമത് അവിടെ കൃഷി, അതായത് കന്നുകാലി വളർത്തൽ, ഇങ്ങനെയുള്ള അവിടെ തോട്ടം മേഖലയിലൊക്കെ പണിക്ക് പോയവരാണ്. അപ്പോൾ ദൂരെ ഭാഗത്തായതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാനോ ഇപ്പോൾ ഈ ഒരു സാഹചര്യം, അവർ ജീവിച്ച സാഹചര്യം പോയ സ്ഥലത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് തൊഴിലില്ലായ്മ ഭയങ്കരമായിട്ട് നമ്മളപ്പോൾ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭയങ്കര ഒരു പ്രശ്നത്തിലേക്കാണ്. തുടർ വിദ്യാഭ്യാസമൊക്കെ നിലച്ച പോലെയാണുള്ളത്. ചെറുകിട സംരംഭകരുടെ കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ, അങ്ങനെ എല്ലാ രീതിയിലും ബാധിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടുത്തെ. ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊത്തം നമുക്ക് 4,10,00,000 രൂപ ലിങ്കേജ് ലോൺ ഉണ്ടായിരുന്നു. അതിൽ 50% അടച്ചു. ഞങ്ങൾ കൃത്യമായിട്ട് ഈ ജൂലൈ 30 വരെ അടച്ച ആൾക്കാരാണ്. ലോണുകളിലൊന്നും ഞങ്ങളാരും ഇപ്പോൾ സമ്പാദ്യ ലോണെന്നായാലും ലിങ്കേജ് ലോണെന്നായാലും ഞങ്ങൾ ആരും ഇതുവരെ മുടക്കം വന്നിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി ബാധിക്കപ്പെട്ടിട്ടുള്ളത്. 50% വരെ ഞങ്ങൾ അടച്ചു കഴിഞ്ഞു. ആന്തരിക വായ്പ 94 ലക്ഷം ആന്തരിക വായ്പ ഉണ്ട്. അപ്പോൾ അതിൽ ഈ മരിച്ചവരുടെ വായ്പയും കൂടി അതിലുണ്ട്. അപ്പോൾ ആ ഒരു വായ്പ മറ്റുള്ള അംഗങ്ങൾക്കും കൂടി ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് അത് നമുക്കെന്തോ അടച്ചു പോകാൻ സാധിക്കില്ല. കാരണം ഞങ്ങൾ ഈ എടുക്കുന്ന ജോലീൻ്റെ ഇപ്പോൾ നിലവിൽ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനേ പറ്റുള്ളൂ. ലോണിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നമുക്കൊരു സാധനം പോലും പുറത്തുനിന്ന് മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു ദിവസം ജോലി എടുത്താൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഇപ്പോഴത്തെ റേറ്റ് അറിയില്ലേ, 500 രൂപ കൊടുക്കണം. ഒരു ദിവസം ജോലി എടുത്താൽ 350 രൂപ 400 രൂപയാണ് ഇന്നത്തെ ഒരു കൂലി. തൊഴിൽ ആ ഭാഗത്ത് ഇപ്പോൾ തൊഴിലില്ല. ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ബെയിലി പാലം കിടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. വേനൽക്കാലം വന്നു കഴിഞ്ഞാലും ജോലി ഉണ്ടാവില്ല. ഇത് രണ്ടും അവിടെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ലോണുകളില്ല, നിലവിൽ ഇല്ല. ഞങ്ങൾക്ക് എങ്ങനെ ഇല്ല, സാമ്പത്തിക സഹായം ഇല്ല. ഇപ്പോൾ ഇത്രയും നാൾ നമുക്ക് ഈ സംഘാടകർ അതുപോലെ വ്യക്തികളൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള സഹായങ്ങളും ഒക്കെ ഇപ്പോൾ കുറച്ച് പേർക്ക് ഇപ്പോൾ നമ്മൾ സർക്കാർ 9,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല. അത് ഓരോ കാറ്റഗറി തിരിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു വിഷമമായിട്ട് നമുക്ക് തോന്നുന്നത്. 3 വാർഡിനെ ഒരുപോലെ കൂട്ടേണ്ടതാണ്. ഇപ്പോൾ ബാധിക്കപ്പെട്ടവരും ഫുൾ വാഷ് ഔട്ട് ആയവരും വാഷ് ഔട്ട് ആവാതെ ഇരിക്കുന്നവരും ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഹൈക്കോടതിനോട് പറയാനുള്ളത് ഒരു പ്രത്യേക ഒരു വക്കീലിനെ നിയോഗിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ട ഈ ഒരു സഹായം ഞങ്ങൾക്ക് തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ല, പറ്റിയിട്ടില്ല. കുടുംബശ്രീ ആയിട്ട് സംരംഭം കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് അവരെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മൈക്രോ പ്ലാൻ ഉണ്ട്. മൈക്രോ പ്ലാൻ നല്ലൊരു പദ്ധതിയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് പക്ഷേ അതും ബാധിക്കപ്പെട്ടവരെ മാത്രമേ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാധിക്കപ്പെടാത്തവരുടെ അവസ്ഥയും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. കാരണം ഒരു കുടുംബശ്രീയിൽ നിന്ന് ഒരംഗത്തിനെ വെച്ചിട്ട് മൈക്രോ പ്ലാനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു കുടുംബം അതിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കും. പക്ഷേ
അപ്പോഴും നമുക്ക് ഈ ലോണാണ് അവിടെ ഒരു വിഷയമായിട്ട് വരുന്നത്. കാരണം ഇതൊന്ന് നമ്മൾ ചെയ്ത് കിട്ടിയിട്ട് വേണം നമ്മൾ ലോണിലേക്ക് കൊടുക്കാൻ. അപ്പം നമ്മളെ ഈ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റോപ്പായി പോകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികൾ അവിടെ ഉണ്ട്. ഞങ്ങൾ ഇത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാർ തന്നെയാണ്. ഇന്നത്തെ ഒരു സാഹചര്യമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്.